നാട്ടിലുള്ള എല്ലാവരും ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്ന് കേട്ടാൽ തന്നെ 1600 കോടി 100 കോടി കാരണം വലിയ വലിയ കോടികളുടെ കണക്ക് മാത്രമേ കേൾക്കാറുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്? അതൊന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ദുബായിൽ വാങ്ങാൻ പറ്റുന്നത് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ആണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നല്ലൊരു ഡെവലപ്പറും നല്ലൊരു കമ്മ്യൂണിറ്റിയും ആണെങ്കിൽ നമുക്ക് 600K AED വരും, വിച്ച് ഇസ് 1,35 lakhs. അതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പേഴ്സ് ചോദിക്കുന്നത് 20%, വിച്ച് ഇസ് 27 lakhs. പിന്നെ നമുക്ക് DLD ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ചാർജസ് വരുന്നുണ്ട്, വിച്ച് ഇസ് 4%, which will be close to 5,40,000. അതിനുശേഷം ഉക്കൂദ് ചാർജസ് നമുക്ക് 1000 മുതൽ 5000 AED വരെ വരും, വിച്ച് ഇസ് 1,10,000. അപ്പൊ നമുക്കൊരു ടോട്ടൽ ആയിട്ട് 33,50,000 ഉണ്ടെങ്കിൽ ഒരു മിനിമം ഡൗൺ പേയ്മെന്റ് ഓഫ് 24% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ എത്ര കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 to 4 years അത് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ഡെവലപ്പേഴ്സ്. നമ്മൾ ബാക്കി 88 ലക്ഷം രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നിങ്ങളുടെ സ്വന്തമാണ്. അപ്പൊ നമ്മൾ നാട്ടിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ചോദ്യം എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, എത്ര റിട്ടേൺസ് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ആ ക്വസ്റ്റിന് മാത്രം ഞാൻ ഒരു ഉത്തരം തരാം. അപ്പൊ നമുക്ക് ഇതിൽ ആവറേജ് റെന്റൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ നമുക്ക് 65,000 AED കിട്ടും, വിച്ച് ഇസ് ഇക്വാലന്റ് ടു 14,50,000. ഇത് ഷോർട്ട് ടേമിലാണെങ്കിൽ 5 മുതൽ 7 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ ഇറക്കിയ പൈസ കിട്ടും. ഇനി അല്ല ലോങ് ടേം റെന്റൽ ആണെങ്കിൽ ഒരു 7 to 9 ഇയേഴ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഇറക്കിയ കാശ് അതേപോലെ തിരിച്ചു കിട്ടും. അപ്പോൾ 35 ലക്ഷം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം.